അവിടെ ഫ്രില്ല് വരും. ടീച്ചർ ഒന്ന് പെട്ടെന്ന് പറഞ്ഞത് എങ്ങനെയാ മാർക്ക് ചെയ്തെന്ന് പെട്ടെന്ന് പറഞ്ഞ. ഇപ്പൊ നമ്മ അളവ് വെച്ചിട്ട് ഒറിജിനല് ഇതാണ് മുന്നിക്ക് മാർക്ക് ഷോൾഡർ ലെങ്ത് നമ്മ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. ഈ അളവിൽ കണ്ട ഈ അളവിൽ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൈ കൂടി മാർക്ക് ചെയ്ത് ഇവിടെ അതിന് 1 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് നീക്കിയിട്ട് അടി വരെ മാർക്ക് ചെയ്ത് അളവിലേലും 2 ഇഞ്ച് 1.5 ഇഞ്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റി ആയിട്ട് തയ്ക്കാം അല്ലേ? ഈ വെട്ടിക്കോളെ ആദ്യം ഇതിപ്പോ ബോട്ട് നെക്കായി തന്നെ ഫ്രണ്ടും ബാക്കും സെയിം ആയിരിക്കും. അപ്പൊ പിന്നെ പ്രത്യേകമായിട്ടൊന്നും നോക്കാനൊന്നുമില്ല. കേറരുതില്ല, നോക്കി പതുക്കെ കട്ട് ചെയ്താൽ മതി. ചെയ്ത് വരുമ്പോഴേ വലിപ്പം വലിയ അളവ് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളാണ്. അത് വയ്ക്കുക, ഒന്ന് ഓർമ്മിക്കുക, തയ്ക്കാനുള്ളത് വെട്ടാനുള്ളത് അങ്ങനെയാണ് ഓർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വെട്ടാം, ആർക്കും വേണമെങ്കിൽ വെട്ടാം. പുതിയ തുണി കാരണം നമ്മള് സ്ലിറ്റ് മാർക്ക് ചെയ്യണം കേട്ടോ. ഇവിടെ നിങ്ങൾ മാർക്ക് ചെയ്ത് നമ്മ ജസ്റ്റ് ഈ അളവിൻ്റെതല്ല, ഇങ്ങനെ അളവിൻ്റെ വെച്ചിട്ട് സ്ലിറ്റ് മാർക്ക് ചെയ്തു. സ്ലിറ്റ് പോയിന്റ് ഇട്ട് കൊടുക്കാം. പോയിന്റ് ഇതിന്റെ പോയിന്റ് ഇനി വേണമെങ്കിൽ ഇത് ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഷോൾഡർ നമ്മൾ കട്ട് ചെയ്തിട്ടില്ല, ഇത് സെപ്പറേറ്റ് ആക്കാം. വേണമെങ്കിൽ ഒന്ന് ഫ്രണ്ടിൻ്റെ ഈ പോർഷൻ ഒന്ന് അരിഞ്ഞ് കളയാം. ഫ്രണ്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കും ഫ്രണ്ടും നമ്മൾ കട്ട് ചെയ്ത് ഇനി നമുക്ക് കട്ട് ചെയ്യും. കൈ കട്ട് ചെയ്യും. കൈ അങ്ങനത്തെ കയ്യെന്ന് കയറി പറയണത് കഴുത്താണ് നമ്മളിപ്പോൾ എൻ്റെ ഫിനിഷിങ് ഇപ്പം നമ്മൾ കഴുത്തടിക്കുക. ബോട്ട് നെക്ക്. ഹായ്, നല്ല ഭംഗിയുണ്ട്. നെക്ക് അടിച്ച് കഴിഞ്ഞു. തുണി നമ്മൾ നല്ല ഭാഗം കൈ ഫ്രില്ല് വെച്ച കൈയാണ്. അപ്പൊ നമ്മൾ ലെങ്ത്തിൽ ക്ലോത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഈ സൈഡ് ഒന്ന് അടിച്ചു കൊടുക്കാം. എന്നിട്ടാണ് നമ്മൾ ഫ്രില്ലിടാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഭാഗം 2 ക്ലോത്ത് ഒരുമിച്ച് വെച്ച് അടിക്കുന്നത്. അപ്പൊ ഈ ഫ്രില്ലിട്ട് അടിക്കുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെ ലെങ്ത് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. സ്ലീവ് അടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ശരി, ഓക്കെ. അപ്പൊ നമ്മള് കൈ ഞെറിയിട്ടിട്ട് ഞെറിയിടാൻ പോകും. ഞെറിയിട്ട് തയ്ക്കാൻ പോകും. ഡബിൾ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞു. ദുഃഖാനം കൂടി വരുന്നു. ഇങ്ങനെയാണ് ഞെറിയിട്ട് അപ്പോൾ നമ്മൾ ഞെറിയിട്ട് തയ്ച്ചു. ഒരാൾ വരും. സ്ലീവ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തത്. അതുപോലെ നമ്മൾ അപ്പുറത്തെ സൈഡും ഞെറിയിട്ട് തയ്ക്കാൻ പോകാം. നമ്മുടെ ഫ്രില്ലടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ സൈഡോട് സ്ലിറ്റിട്ട് തയ്ക്കാൻ പോകാം കേട്ടോ.